ഹലോ ഓൾ. ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ അടുത്ത ടോപ്പിക് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് പറയാം. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ ചാർജ്, ഈക്വലും ആണ് ഓപ്പോസിറ്റും ആണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് സാധാരണയായിട്ട് നമ്മൾ 2a എന്നാണ് എടുക്കുന്നത്. 2a എന്നാണ് ഡിസ്റ്റൻസ്, ദൂരം എടുക്കുന്നത്. ഡൈപോളിന്റെ ഡയറക്ഷൻ എപ്പോഴും മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക് ആയിരിക്കും. ഡയറക്ഷൻ എപ്പോഴും മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്ക് ആയിരിക്കും. ഇനി ഡൈപോളിന് ഒരു ഡൈപോൾ മൊമെന്റ് പറയും. ഡൈപോൾ മൊമെന്റ് അത് പി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി എന്നുള്ള ലെറ്റർ, ഡൈപോൾ മൊമെന്റ് പി. പി എന്ന് പറയുന്നത് Q ഇൻറ്റു 2a ആയിരിക്കും. പി എന്ന് പറയുന്നത് Q ഇൻറ്റു 2a ആയിരിക്കും. അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന് ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അത് വെക്ടർ പി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. പി എന്ന് പറയുന്നത് Q ഇൻറ്റു 2a. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ ഒരു ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ, ഇവിടെയുള്ള ലൈനിനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. നേരെയുള്ള ലൈൻ, അതിനെയാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ആക്സിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റ് എടുത്തു, എസ് എന്ന പോയിന്റിന് പേര് കൊടുത്തു. ആ എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ കാരണം എസ്സിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. മൈനസ് ക്യൂ ചാർജിന് ആ പോയിന്റിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തു. അതുപോലെ പ്ലസ് ക്യൂ ചാർജിലെ ആ പോയിന്റിന് ബി എന്ന് പേര് കൊടുത്തു. ഡൈപോളിന്റെ സെന്ററിന് ഒ എന്ന് പേര് കൊടുത്തു. ഇപ്പൊ നോക്കുക, ദൂരം 2a ആണ്, സെന്റർ ആണ് O. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും എ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വരിക. എസ് എന്നുള്ള പോയിന്റിൽ രണ്ട് ഫീൽഡ് ഉണ്ടാവും. എ കാരണം ഉണ്ടാവുന്ന ഫീൽഡ് ഉണ്ടാവും, അത് ഇ എ എന്ന് ഡിനോട്ട് ചെയ്തു, ഇ എ. അതുപോലെ ബി കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, അത് ഇ ബി എന്ന് ഡിനോട്ട് ചെയ്തു. എ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ എ എന്നും ബി കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ബി എന്നും ഡിനോട്ട് ചെയ്തു. നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ആയതുകൊണ്ടാണ് അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് കാണിച്ചിരിക്കുന്നതും പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ആയതുകൊണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി സെൻട്രൽ നിന്ന് O എന്ന് പറയുന്ന സെൻട്രൽ നിന്ന് എസ് വരെയുള്ള ദൂരം, ഓയിൽ നിന്ന് എസ് വരെയുള്ള ദൂരം നമ്മൾ R എന്ന് എടുത്തു. OS ന് എന്ത് കൊടുത്തു? R എന്ന് പേര് കൊടുത്തു. അപ്പൊ എസ് എന്ന് പറയുന്ന പോയിന്റില് അത് ഏത് ലൈനാണെന്ന് പറയാം? ആക്സിയൽ ലൈനില് ഉള്ള ഒരു പോയിന്റില് ഉണ്ടാവുന്ന ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഇ എ എഴുതുകയാണ്. ഇ എ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇവിടെ R എന്ന് പറയുന്നത് എയിൽ നിന്ന് എസിലേക്കുള്ള ദൂരമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് എസ് വരെ R മാത്രമല്ല, ആറിന്റെ കൂടെ എയും കൂടി ആഡ് ചെയ്യേണ്ടി വരും. എ എസ് എന്നുള്ള ദൂരം R മാത്രമല്ല, ആറിന്റെ കൂടെ എയും കൂടി പ്ലസ് ചെയ്യേണ്ട വരും. അപ്പോൾ R സ്ക്വയറിന്റെ പ്ലേസിൽ നമ്മൾ R പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. അതുപോലെ ഇ ബി എഴുതുകയാണ്. ഇ ബി എന്ന് പറയുന്നത് 1/4πε0 Q ഡിവൈഡഡ് ബൈ ബിയിൽ നിന്ന് എസിലേക്കുള്ള ദൂരമാണ്.
അപ്പൊ അത് ആറിന് എഴുതാൻ പറ്റില്ല. ആറിൽ നിന്ന് എ മൈനസ് ചെയ്താലാണ് ബിയിൽ നിന്ന് എസിലേക്കുള്ള ദൂരം ബി എസ് കിട്ടുക. ബി എസ് എന്ന് പറയുന്നത് ആറിൽ നിന്ന് എ മൈനസ് ചെയ്തായിരിക്കും. അപ്പൊ ബ്രാക്കറ്റില് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇ എ കിട്ടി, ഇ ബി കിട്ടി. ഇനി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ എ പ്ലസ് ഇ ബി ആയിരിക്കും. ഇ എ പ്ലസ് ഇ ബി ആയിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ഇ എ പ്ലസ് ഇ ബി. അതിൽ നോക്കുക, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇ ബി എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നതും പരസ്പരം എതിർ ദിശയിലാണ് വരുന്നത്. ഇനി നോക്കാം, ഇ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ ആണ്. അപ്പൊ അതിനെ നെഗറ്റീവ് ആയിട്ട് കൊടുക്കാം. ഇ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഇ ബി മൈനസ് ഇ എ എന്ന് എടുക്കാം. എ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആയിട്ട് എടുത്തു. അപ്പോ ഇ എന്ന് പറയുന്നത് ഇ ബി മൈനസ് ഇ എന്ന് എടുത്തു. നമുക്ക് എഴുതി നോക്കാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E is equal to, ആദ്യം ഇ ബി എഴുതി 1/4 pi epsilon 0 q divided by r minus a whole square minus E എഴുതാം 1/4 pi epsilon 0 q divided by r plus a whole square. E is equal to, കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എഴുതാം. ക്യൂ കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. ഡിവൈഡഡ് ബൈ 4 pi epsilon 0 കോമൺ ആണ്, 4 pi epsilon 0 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. ബാക്കിയുള്ളത് 1/r minus a whole square minus 1/r plus a whole square. ഇങ്ങനെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ E is equal to Q divided by 4 pi epsilon 0 സ്ക്വയർ ബ്രാക്കറ്റിൽ ഇവിടെ LCM എടുക്കുകയാണ്. LCM എടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടും കൂടി വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. r minus a whole square into r plus a whole square. മുകളിൽ എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. r plus a whole square minus r minus a whole square is equal to q divided by 4 pi epsilon 0 square bracket a plus b whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. a plus b whole square equal to a square plus 2ab plus b square എന്നുള്ളതാണ്. അപ്പോൾ r plus a whole square ആണ്. അപ്പോൾ r square plus 2ra plus a square minus കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ a minus b whole square വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. a square minus 2ab plus b square എന്നുള്ളതാണ്. അപ്പോൾ a യുടെ പ്ലേസിൽ r ഉം b യുടെ പ്ലേസിൽ a ഉം ആണ്. r square minus 2ra plus a square whole divided by ഇവിടെ a minus b into a plus b വെച്ചിട്ട് a minus b into a plus b വെച്ചിട്ട് അതിനെ a square minus b square എന്ന് എഴുതാണ്. അപ്പോൾ r square minus a square എന്ന് വരും. പുറത്തൊരു സ്ക്വയറും കൂടി ഉണ്ട്, പുറത്തൊരു സ്ക്വയറും കൂടി ഇടാനുണ്ട്. a minus b into a plus b വെച്ചിട്ട് ഇതിനെ a square minus b square എന്ന് ഇട്ടു. പുറത്തൊരു സ്ക്വയറും കൂടി ഉണ്ട്. നമുക്കിവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഇവിടെ ആർ സ്ക്വയർ നെഗറ്റീവ് ഉണ്ട്, കട്ട് ചെയ്ത് പോയിക്കോളും. 2r പോസിറ്റീവ് ആണ്, ഈ മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് വരും. അപ്പോൾ ഈ പ്ലസും കൂടി ആഡ് ചെയ്യേണ്ട വരും. അടുത്തത് ഇവിടെ പ്ലസ് എ സ്ക്വയർ ഉണ്ട്, അതുപോലെ ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എ സ്ക്വയർ ഇവിടെ വരും. പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കട്ട് ചെയ്ത് പോയിക്കോളും. ഇവിടെ 2r ഉണ്ട്, അതുപോലെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വന്നു, 2r പ്ലസ് വന്നു. അപ്പോൾ 2r പ്ലസ് 2r എന്ന് പറയുന്നത് 4r എന്ന് വരും. അപ്പോൾ E is equal to Q divided by 4 pi epsilon 0 square bracket 4RA divided by R square minus
എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഇനി ഇത് മായ്ക്കുകയാണ്, അടിയിൽ എഴുതാം ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 സ്ക്വയർ ബ്രാക്കറ്റിൽ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 2 into 2 എന്ന് എഴുതി, 4ന് പകരം 2 into 2 എന്ന് എഴുതി, ഇൻറ്റു r into a ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ q ഉണ്ട്, അതുപോലെ 2 ഉണ്ട്, അതുപോലെ a ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈപോൾ മൊമെന്റ് p എന്ന് പറയുന്നത് q into 2a ആണെന്ന് പറഞ്ഞു. ഡൈപോൾ മൊമെന്റ് p എന്ന് പറയുന്നത് q into 2a ആണ്. q into 2a പകരം നമുക്ക് എന്ത് കൊടുക്കാം? p എന്ന് കൊടുക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ q എടുത്ത് പോയി ബാക്കിയുള്ളത് 1/4 പൈ എപ്സിലോൺ 0, 1/4 പൈ എപ്സിലോൺ 0, ബാക്കിയുള്ളത് p ഉണ്ട്, p അല്ലെ q into 2a വരെ എന്ത് കൊടുത്തു? p എന്ന് കൊടുത്തിട്ടുണ്ട്, p into 2r അവിടെ ബാക്കിയുണ്ട്, 2r ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് a സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടി. നമ്മൾ അടുത്തായിട്ട് പറയുന്നത് a എന്ന് പറയുന്നത് r നെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. a എന്ന് പറയുന്നത് r നെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. സിൻസ് a വെരി മച്ച് ലെസ് ദാൻ r, കോമ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് a സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാം. a സ്ക്വയർ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം, a ചെറുതായതുകൊണ്ട്. അപ്പോൾ ഈ a സ്ക്വയർ നെഗ്ലക്ട് ചെയ്യുമ്പോൾ a സ്ക്വയർ അവിടെ പോയിക്കോളും, അതവിടെ ഇല്ല. അപ്പോൾ ബാക്കിയുള്ളത് r സ്ക്വയറിന്റെ സ്ക്വയർ ആണ് വരും. ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 p into 2r ഡിവൈഡഡ് ബൈ r സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് r raised to 4 ആണ്. r സ്ക്വയറിന്റെ സ്ക്വയർ r raised to 4. അപ്പോൾ എന്ത് കിട്ടി? ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 p into 2r by r raised to 4. ഈ r ഇവിടെ r raised to 4നെ വെട്ടിക്കളയുമ്പോൾ താഴെ ഒരു r ക്യൂബ് മാത്രമാണ് ബാക്കി വരുന്നത്. അപ്പോൾ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 2p എന്ന് എഴുതാം, p into 2ന് പകരം 2p ഡിവൈഡഡ് ബൈ r ക്യൂബ് എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 2p ഡിവൈഡഡ് ബൈ r ക്യൂബ്. അതാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. 1/4 പൈ എപ്സിലോൺ 0 2p ഡിവൈഡഡ് ബൈ r ക്യൂബ്. അതിൽ p എന്ന് പറയുന്നത് q into 2a ആണ്, നേരത്തെ പറഞ്ഞ ഡൈപോൾ മൊമെന്റ് ആണ്.